ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുമ്പോൾ, ഇയ്യോബിൻ്റെ സ്നേഹിതനായ എലീഫസ് ഇയ്യോബിനോട് വന്ന് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇയ്യോബിൻ്റെ മക്കൾ ഇയ്യോബിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇയ്യോബിൻ്റെ ഭാര്യ ഇയ്യോബിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇയ്യോബിനോട് സംസാരിക്കുവാനോ സഹകരിക്കുവാനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇയ്യോബിൻ്റെ സ്നേഹിതനായ എലീഫസ് ഇയ്യോബിനോട് വന്ന് സംസാരിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 3-ലും 4-ലും വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നീ പലരെ ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹിതനായ എലീഫസ് വന്ന് ഇയ്യോബിനോട് പറയുക, നിനക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്? നീ അനേകരെ നിൻ്റെ വാക്കുകൾ കൊണ്ട് ശക്തീകരിച്ചതല്ലേ? നീ അനേകരെ ബലപ്പെടുത്തിയതല്ലേ? പിന്നെ നിൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തെങ്കിലും പാപം ചെയ്തിട്ടാണോ? ദൈവസന്നിധിയിൽ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? എന്തുകൊണ്ടാണ് നിൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ കഷ്ടതയിലൂടെ പരിശോധനയിലൂടെ നീ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇയ്യോബിൻ്റെ സ്നേഹിതൻ ഇയ്യോബിനോട് ചോദിക്കുക. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ദൈവമക്കളെ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം വന്നത് ദൈവം അറിയാതെയല്ല. 1-ാം അധ്യായത്തിൽ തന്നെ ദൈവം അവനെക്കുറിച്ച് സാക്ഷി പറയുന്നുണ്ട്. ഇയ്യോബ് ഭക്തനാണ്, ദോഷം വിട്ടകന്നവനാണ്, ദൈവസന്നിധിയിൽ നീതിയുള്ളവനായി ഇരിക്കുമ്പോൾ ദൈവം അനുവദിച്ച ഈ കഷ്ടതയുടെ അകത്ത് മറ്റുള്ളവരെ കുറ്റം പറയാതെ, ദൈവത്തോട് മറുത്തു പറയാതെ, പിറുപിറുക്കാതെ കഷ്ടതയ്ക്ക് അകത്തും അവൻ പ്രത്യാശയുള്ളവനായി മാറുകയാണ്. അതുകൊണ്ടാണ് 6-ാമത്തെ വാക്യത്തിൽ എലീഫസ് എടുത്ത് ഇയ്യോബിനോട് പറയുന്നു, നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? നിന്റെ നടപ്പിൻ്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ? ഈ വാക്യം നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവനിലുള്ള ദൈവഭക്തി അവൻ്റെ ആശ്രയമായി മാറണം. ദൈവത്തിലുള്ള ഭക്തി, ദൈവത്തിലുള്ള ആരാധന, ദൈവത്തിലുള്ള പ്രത്യാശ അത് നമ്മുടെ ആശ്രയമായി മാറുകയും, രണ്ടാമത് നിൻ്റെ നടപ്പിൻ്റെ നിർമ്മലത നിൻ്റെ പ്രത്യാശയല്ലയോ? നമ്മുടെ നടപ്പിൻ്റെ നിർമ്മലത നമ്മുടെ പ്രത്യാശയായി, നമ്മുടെ ഹോപ്പായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് 119-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് എലീഫസ് സ്വന്തം സ്നേഹിതനായ ഇയ്യോബിനോട് പറഞ്ഞ ആ 2 പദം, 1 ദൈവഭക്തി, 2 നടപ്പിൻ്റെ നിഷ്കളങ്കത. പ്രൈസ് ദി ലോർഡ്. നടപ്പിൽ നാം നിഷ്കളങ്കരായി മാറിയാൽ, ദൈവഭക്തിയിൽ നാം ജീവിക്കാൻ തുടങ്ങിയാൽ, ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും മറ്റുള്ളവർ നമ്മെ നോക്കി കുറ്റം പറഞ്ഞാലും അതിനകത്ത് ദൈവത്തിലുള്ള പ്രത്യാശയും ദൈവത്തിലുള്ള ആശ്രയവും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ എന്തു തന്നെ ആയിരുന്നാലും, മറ്റുള്ളവർ നമ്മെ നോക്കി എന്ത് പറഞ്ഞാലും, നമ്മുടെ ലൈഫിനകത്ത് വിശ്വസ്തത ഉള്ളവരായി, ദൈവഭക്തിയിൽ നടപ്പിൽ നിഷ്കളങ്കരായി, തെറ്റുകൂടാതെ നമ്മെ തന്നെ ദൈവഭക്തിയിൽ ക്രമീകരിച്ചു കൊണ്ട് വിശ്വസ്തയോടെ നിർമ്മലതയോടെ കൂടി ദൈവഭക്തിയിൽ ജീവിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. ദൈവം നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തി നമ്മെ നിശ്ചയമായി അനുഗ്രഹിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തയോടും ദൈവഭക്തിയോടും നടപ്പിൽ നിഷ്കളങ്കതയോടും ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഏവരെയും ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും വിശ്വസ്തരായി ദൈവസന്നിധിയിൽ നിൽപ്പാൻ
ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.